കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസ് എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സുകളും നേരത്തെ പ്രോബ്ലം ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ ബിസിനസ് സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട PDF നോട്ട് ലഭിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ യഥാസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ബിസിനസ് സ്റ്റാറ്റിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബിസിനസ് സ്റ്റാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു കളക്ട്, അനലൈസ്, ഇൻ്റർപ്രറ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ ടു സോൾവ് ബിസിനസ് പ്രോബ്ലം. ബിസിനസ് സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകൾ അപ്ലൈ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ് ബിസിനസ് സ്റ്റാറ്റിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് to collect, analyze, interpret and present data to solve business problem. ഇനി അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലൊന്നാമത് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ആണ്. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോർകാസ്റ്റ് ചെയ്യാനും ഭാവിയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അതേപോലെ പ്ലാൻ തയ്യാറാക്കാനും പ്ലാനിങ്ങിനും വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും? ബിസിനസ് സ്റ്റാറ്റി ഹെൽപ്പ് ചെയ്യും. അതേപോലെ മറ്റൊന്ന് പോളിസി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ്സിൻ്റെ പോളിസി ഫോം ചെയ്യാനും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം തിങ്കിങ്ങിലൂടെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് എടുക്കുന്നതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് റിസർച്ച് ആൻഡ് കസ്റ്റമർ അനാലിസിസ്. മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് നടത്താനും അതേപോലെ കസ്റ്റമറെ കുറിച്ച് പഠിക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യും? ബിസിനസ് സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യും. അതേപോലെ സെയിൽസ് ആൻഡ് റവന്യൂ ഫോർകാസ്റ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ വരുമാനം എത്രയായിരിക്കും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് സ്ട്രാറ്റജി ഉപയോഗിക്കും. അതേപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ്സിലുണ്ടാകുന്ന സ്റ്റോക്കുകൾ, ഇൻവെൻട്രീസ് അത് മാനേജ് ചെയ്യാനും. അതേപോലെ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. ഒരു ബിസിനസ്സിലെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രോസസ്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതേപോലെ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. ഒരു ബിസിനസ്സിലുണ്ടാകുന്ന റിസ്ക് അസസ്മെൻറ്റ് നടത്താനും അത് കൺട്രോൾ ചെയ്യാനും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നോർമലി ബിസിനസ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പോയിന്റ് വൈസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് സ്റ്റാറ്റി. അപ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളതും അതിൻ്റെ അപ്ലിക്കേഷനും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഫങ്ഷൻസ് ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ അപ്ലിക്കേഷനും ഏകദേശം ഒരേപോലെയുള്ള കുറേ ടേമുകളുണ്ട്. അതിലൊന്നാമത് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ അപ്ലിക്കേഷനിൽ പറഞ്ഞിരുന്നു. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ പെർഫോമൻസ് ഇവാലുവേഷൻ. ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ. അതേപോലെ റിസ്ക് അസസ്മെൻറ്റ് നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറഞ്ഞു, നേരത്തെ കസ്റ്റമറെ കുറിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പ്രസൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ റിസോഴ്സസ് ഒപ്റ്റിമൈസേഷൻ നടത്താൻ വേണ്ടി. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് അതേപോലെ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി. അപ്പോൾ അപ്ലിക്കേഷനും ഫംഗ്ഷനും ഏകദേശം ഒരേ പോയിന്റുകൾ തന്നെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഇനി ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്നൊരു ടേമാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ഓഫ് അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അപ്ലൈ ചെയ്യുന്നൊരു അപ്രോച്ചാണ്. എന്തിനു വേണ്ടി? ടു ഡിസ്ക്രൈബ്, അനലൈസ് ആൻഡ് ടു ഇവാലുവേറ്റ് ദി ഡാറ്റ. ഒരു ബിസിനസ്സിലെ ഡാറ്റ അനലൈസ് ചെയ്യാനും അത് ഡിസ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സുകൾ അപ്ലൈ ചെയ്യുന്നൊരു അപ്രോച്ചാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയും. ഇനി ഇതിൽ വരുന്ന വേറൊരു ടേമാണ് യൂണിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അനാലിസിസ് കൺസിഡർ ചെയ്യുന്നത് ഓൺലി വൺ വേരിയബിൾ ആൻഡ് ഹെൻസ് ഇറ്റ് കനോട്ട് ഡീൽ വിത്ത് കോസ് ഓർ റിലേഷൻഷിപ്പാണ്. ഇവിടെ നമ്മൾ ഒരു വേരിയബിളിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നു, ഓൺലി വൺ വേരിയബിൾ, ഒരു വേരിയബിളിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അനലൈസ് ചെയ്യുമ്പോൾ, എങ്കിൽ അതിന് നമ്മൾ യൂണിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയും. ഇനി മറ്റൊന്ന് വരുന്നത് ബൈവാരിയേറ്റ് അനാലിസിസ് ആണ്. ഈ ബൈവാരിയേറ്റ് അനാലിസിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാക്ട്ലി 2 വേരിയബിൾസ് ആർ കൺസിഡേർഡ്. ഇവിടെ 2 വേരിയബിളിനെ കൺസിഡർ ചെയ്യുന്നു. യൂണിവേരിയബിൾ ആകുമ്പോൾ എന്താണ്, യൂണിവാരിയേറ്റ് ആകുമ്പോൾ അവിടെ ഒരു വേരിയബിളിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. എന്നാൽ ബൈവാരിയേറ്റ് അനാലിസിസ് ആകുമ്പോൾ എക്സാക്ട്ലി 2 വേരിയബിൾസ് ആർ കൺസിഡേർഡ് ആൻഡ് അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു കോസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 2 വേരിയബിൾസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇതിൽ മൾട്ടി വാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾ ആണ്. ഓക്കെ, 2ൽ കൂടുതൽ വേരിയബിളിനെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും, ഇവിടെ മൾട്ടി വാരിയേറ്റ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അതായത് ഒരു വേരിയബിളല്ല 2 വേരിയബിളുമല്ല, ഇവിടെ നമ്മൾ 2ൽ കൂടുതൽ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളുടെ മൾട്ടി വാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ വരുന്ന ഇമ്പോർട്ടൻ്റ് തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പേര് നമുക്ക് കിട്ടും, റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആർ യൂസ്ഡ് ടു മെഷർ ഹൗ സ്ട്രോങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കോറിലേഷൻ സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. ഓക്കെ, 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനാണ് നമ്മൾ കോറിലേഷൻ പഠിക്കുന്നത്. 2 variables are said to be correlated if the change in one variable result in corresponding change in other variable. 2 വേരിയബിൾ കോറിലേറ്റഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിലും ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ അതിന് നമ്മൾ എന്ത് പറയും, കോറിലേറ്റഡ് ആണ്, 2 വേരിയബിളും കോറിലേറ്റഡ് ആണെന്ന് പറയും. ഇപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ ആണ്. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് എന്ത്, കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താണ് ഡിമാൻഡും അതേപോലെ എന്തിനെക്കുറിച്ചും പഠിക്കുന്നു, പ്രൈസിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഡിമാൻഡും ഇൻകത്തെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൈറ്റും വെയ്റ്റിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോറിലേറ്റഡ് ആണോ അല്ലയോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ അപ്ലൈ ചെയ്യുന്നത്, രണ്ടും തമ്മിൽ റിലേറ്റഡ് ആണോ എന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ചെറിയൊരു ഡെഫിനിഷനാണ് എം ട്യൂട്ടിൽ ഡിഫൈൻ ചെയ്തതാണ്. Analysis of covariation of 2 or more variable is usually called correlation. ഇതാണ് ഡെഫിനിഷൻ വരുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 റാങ്ക്ഡ് വേരിയബിൾ. 2 റാങ്ക്ഡ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതാണ് എന്ത്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാങ്ക്ഡ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 2 സബ്ജക്റ്റിലുള്ള മാർക്കാണ്, മാത്സിലും അതേപോലെ ഇംഗ്ലീഷിലുള്ള 2 സബ്ജക്റ്റിലുള്ള മാർക്ക്, ഇത് 2 വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ഓക്കെ, അസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ റാങ്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് എന്താണ് 50, മറ്റൊരാൾക്ക് കിട്ടിയ 60, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെ, ഈ ഒരു മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആൾക്ക് ഒരു 1ാമത്തെ റാങ്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് 1ാമത്തെ റാങ്ക് കൊടുക്കുന്നു. അപ്പോൾ അസെൻഡിങ് ആകാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ആകാം. അപ്പോൾ ഈ 2 റാങ്ക്ഡ് വേരിയബിൾ തമ്മിലുള്ള എന്താണ് സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡയറക്ഷൻ്റെ സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് മെഷേഴ്സ് ദി strength and direction of the association between
ടു റാങ്ക്ഡ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറിക്കൽ വേരിയബിൾ എല്ലാം വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നത് എന്താണ്, റാങ്ക്ഡ് വേരിയബിൾസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേം ആണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന പാർട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങളോട് ചോദിച്ചിരിക്കും എന്തായാലും, അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇവിടെ ടൈപ്സ് ഓഫ് കോറിലേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇത്രയും കോറിലേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നമുക്ക് നോക്കാം, എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി വേരിയബിൾസ് മൂവ് ടുഗെദർ ടുവാർഡ്സ് ദി സെയിം ഡയറക്ഷൻ, രണ്ട് വേരിയബിളും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, അത് പോസിറ്റീവ് കോറിലേഷനാണ്. മീൻസ് ഇപ്പോൾ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നു, രണ്ടും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ടുവാർഡ്സ് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ അതെന്തായിരിക്കും, പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദേ മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി വേരിയബിൾസ് മൂവ് ടുഗെദർ ടുവാർഡ്സ് ദി സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാലോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷനാണ്. പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദി ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, എക്സാക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് അതർ, മറ്റൊരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് തുല്യമാണെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാലോ വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റേഷ്യോയിലാണെങ്കിൽ അതെന്തായിരിക്കും, ഇംപെർഫെക്റ്റ് കോറിലേഷനിലായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷനാണ്. ഇപ്പോൾ ലീനിയർ ആകുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് വെൻ ദി റേഷ്യോ ഓഫ് ചേഞ്ചിങ് ബിറ്റ്വീൻ ടു വേരിയബിൾ, രണ്ട് വേരിയബിൾ തമ്മിലുള്ള മാറ്റത്തിൻ്റെ റേഷ്യോ എടുക്കുന്നു നമ്മൾ. ഓക്കെ, ഇപ്പോൾ 2% ഇൻക്രീസ് ഉണ്ടാകുന്നു, അതേപോലെ 2% ഡിക്രീസ് ഉണ്ടാകുന്നു. അപ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ചിങ് ബിറ്റ്വീൻ ടു വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, രണ്ട് വേരിയബിളിൻ്റെയും ചേഞ്ചസിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. ഇനി നോട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, നോൺ ലീനിയർ കോറിലേഷൻ ആയിരിക്കും. വെൻ ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ എ കോൺസ്റ്റൻ്റ് റേഷ്യോ, ഒരേ റേഷ്യോയിലല്ല ഉള്ളതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൈസിൽ 2% വർധനവുണ്ടാകുന്നു, ഇപ്പോൾ ഡിമാൻഡിലും എന്ത് ചെയ്യുന്നു, 2% മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകുന്നു. അപ്പോൾ അതെന്താണ്, ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ അതെന്താണ്, നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. ഇനി അടുത്ത വരുന്നത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. In the case of simple correlation, the calculation is done between two variable only. ഓക്കെ, ഇവിടെ സിമ്പിൾ കോറിലേഷനിൽ എന്താണ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാലോ മൾട്ടിപ്പിൾ കോറിലേഷനിൽ മോർ ദാൻ 2 വേരിയബിൾ ഉണ്ടാകും. അപ്പോൾ സിമ്പിൾ ആകുമ്പോൾ എന്തായിരിക്കും, പ്രൈസും ഡിമാൻഡും തമ്മിൽ മാത്രം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, സിമ്പിൾ കോറിലേഷനാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ പ്രൈസും ഡിമാൻഡും ഇൻകവും ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷനാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഈസ് ഡൺ ബിറ്റ്വീൻ 2 വേരിയബിൾ ഓൺലി. ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ ആകുമ്പോൾ മോർ ദാൻ 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ് സൈമിൾട്ടേനിയസ്ലി. രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ നമ്മൾ ഒരേ സമയം പഠിക്കുമ്പോൾ അതെന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ. ഇനി ഇതിൽ വരുന്നത് യൂസസ് ഓഫ് കോറിലേഷനാണ്. കോറിലേഷൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതിൽ എക്കോണമിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ലൈക്ക് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇനി ഫേം യൂസ് ചെയ്യുന്നത് സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്, വേജസ്, പ്രൊഡക്ടിവിറ്റി. ഇനി ഡോക്ടേഴ്സ് ഇതിന് ഇവാലുവേറ്റ് ഹെൽത്ത് കണ്ടീഷൻ ഓഫ് പേഷ്യൻറ്റ്. ഇനി അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രൈസ്, സപ്ലൈ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു ബേസിസ് ഓഫ് കാൽക്കുലേറ്റിംഗ് റിഗ്രഷൻ. റിഗ്രഷൻ്റെ ഒരു ബേസിസ് ആയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള റിഗ്രഷൻ്റെ ഒരു ബേസിസ് ആയിട്ടാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത് കോറിലേഷൻ്റെ. ഓക്കെ,
ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പ്രോബബിൾ എറർ, PE എന്ന് പറയുന്നത്. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ പ്രോബബിൾ എറർ ഡിറ്റർമൈൻസ് എ കോൺഫിഡൻസ് ഇൻ്റർവെൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ഹൗ ഫാർ ദി ട്രൂ പോപ്പുലേഷൻ കോറിലേഷൻ മേ ബി ഡീവിയേറ്റ് ഫ്രം ദി സാമ്പിൾ കോറിലേഷൻ. ഓക്കെ, അതായത് പോപ്പുലേഷൻ കോറിലേഷൻ സാമ്പിൾ കോറിലേഷനിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബബിൾ എറർ കണ്ടെത്തുന്നത്. പോപ്പുലേഷൻ കോറിലേഷൻ എത്രത്തോളം സാമ്പിൾ കോറിലേഷനിൽ നിന്നും ഡീവിയേറ്റഡ് ആണെന്ന് കാണിക്കുന്നതാണെന്ത് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന വേറൊരു ടേമാണ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മീനിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററാണ്, തേർഡ് ചാപ്റ്റർ, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, റിഗ്രഷൻ അനാലിസിസ് എന്താണ്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷൻ അനാലിസിസ് മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നതെങ്കിലും അതിൽ തന്നെ നമുക്ക് ഒരു വേരിയബിൾ അറിയാം, മറ്റൊരു വേരിയബിൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് എസ്റ്റിമേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ അറിയാം, അപ്പോൾ വൈ എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈൻ വിച്ച് ഷോസ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഓക്കെ, റിഗ്രഷൻ ലൈൻ കാണിക്കുന്നത് എന്താണ്? ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും ആവറേജ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ടൈപ്സ് ഓഫ് റിഗ്രഷൻ ആണ്, 3 ടൈപ്സ് ഓഫ് റിഗ്രഷൻ ആണ് വരുന്നത്. ലീനിയർ റിഗ്രഷൻ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ, അതേപോലെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? റിഗ്രഷൻ കേർവ് ഈസ് ഫോംഡ് ടു എ സ്ട്രൈറ്റ് ലൈൻ. നമ്മൾ റിഗ്രഷൻ കേർവ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ലഭിക്കുന്നതെങ്കിൽ അതെന്താണ്? ലീനിയർ ആണ്. ഇനി നോട്ട് ഫോംഡ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്തായിരിക്കും? നോൺ ലീനിയർ റിഗ്രഷൻ ആയിരിക്കും. ഇനി അടുത്ത് വരുന്ന സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. സിമ്പിൾ റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അനാലിസിസ് ഓഫ് ടു വേരിയബിൾ ഓഫ് വിച്ച് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അതർ ഈസ് ഡിപ്പെൻഡൻറ്റ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റും മറ്റൊന്നെന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അനാലിസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു, സിമ്പിൾ റിഗ്രഷനാണ്. ഇനി മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ മോർ ദാൻ 2 വേരിയബിൾ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ഡിമാൻഡും പ്രൈസും ഇൻകവും. ഇനി ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ ആണ്. അതായത് ടോട്ടൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഓൾ ദി ഇൻഫ്ലുവൻസിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കൺസിഡേർഡ് വൈൽ എസ്റ്റിമേറ്റിംഗ് വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്ന സമയത്ത് എല്ലാ ഇൻഫ്ലുവൻസിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ടോട്ടൽ റിഗ്രഷൻ ആണ്. എന്നാൽ പാർഷ്യലിലോ ഇൻഫ്ലുവൻസ് ഓഫ് വേരിയബിൾ വിച്ച് ആർ നോട്ട് റിലവൻറ്റ് ഫോർ ഗിവൺ പേർപ്പസ് ആർ എക്സ്ക്ലൂഡഡ്. റിലവൻ്റ് അല്ലാത്തതിനെ നമ്മൾ ഒഴിവാക്കുന്നു, റിലവൻ്റ് ആയത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, റിലവൻ്റ് ആയ വേരിയബിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്? പാർഷ്യൽ റിഗ്രഷനാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഒരു പാർട്ട് നന്നായിട്ട് എല്ലാവരും വായിച്ച് നോക്കുക. അപ്പോൾ ഡിഫറൻസ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? ഇറ്റ് സ്റ്റഡി ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. എന്നാൽ റിഗ്രഷനോ സ്റ്റഡി ദി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. കോറിലേഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രിയാണ് നമ്മൾ പഠിക്കുന്നത്, റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാലോ റിഗ്രഷനിൽ നമ്മൾ പഠിക്കുന്നു സ്റ്റഡി ദി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. ഓക്കെ, വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നാച്ചർ എന്താണ്, സ്വഭാവം എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. കോറിലേഷനിൽ അതിൻ്റെ ഡിഗ്രി എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി കോറിലേഷൻ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. പ്രഡിക്ഷനും വേണ്ടിയിട്ട് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുന്നില്ല, എന്നാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിഗ്രഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോറിലേഷൻ പ്രിസീഡ്സ് റിഗ്രഷൻ. റിഗ്രഷൻ്റെ തൊട്ട് മുമ്പ് വരുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ കണ്ടിട്ടേ നമുക്ക് എന്ത് കാണാൻ പറ്റും? റിഗ്രഷൻ കാണാൻ പറ്റും. റിഗ്രഷൻ സക്സീഡ് കോറിലേഷൻ എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ കോറിലേഷൻ കഴിഞ്ഞിട്ടാണ് റിഗ്രഷൻ വരുന്നത്. ഇനി ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കോറിലേഷനിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇങ്ങനെയൊന്നും പറയുന്നില്ല. എന്നാൽ റിഗ്രഷനിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കോറിലേഷനിൽ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ടേം നോക്കുന്നില്ല. എന്നാൽ റിഗ്രഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ടേമുമാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. ഇവിടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കാര്യകാരണ ബന്ധം പഠിക്കാനാണ് നമ്മൾ റിഗ്രഷൻ എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. കോറിലേഷനിലോ ഇത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോറിലേഷൻ മേ നോൺ സെൻസ് കോറിലേഷൻ, എന്നാൽ റിഗ്രഷനോ നോ നോൺ സെൻസ് കോറിലേഷൻ എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി എന്തൊക്കെയാണ് റിഗ്രഷൻ അനാലിസിൻ്റെ യൂസസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ കൺസംഷൻ പ്രൈസ്. ഭാവിയിലെ പ്രൊഡക്ഷൻ എന്തായിരിക്കും, ഭാവിയിലെ കൺസംഷൻ എന്തായിരിക്കും, ഭാവിയിലെ പ്രൈസ് എന്തായിരിക്കും, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ റിഗ്രഷൻ അനാലിസ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി റിഗ്രഷൻ അനാലിസ് യൂസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കോറിലേഷൻ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോറിലേഷനിലും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ റിഗ്രഷൻ അപ്ലൈ ചെയ്യുന്നു. ടെസ്റ്റിംഗ് ഓഫ് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതേപോലെ വെതർ പ്രഡിക്ഷൻ, കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദി യൂസസ് ഓഫ് കോറിലേഷൻ. ഓക്കെ, ഇനി എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ചോദിക്കുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആർ എസ്റ്റിമേറ്റ് ഓഫ് ദി അൺനോൺ പോപ്പുലേഷൻ parameters and describe the relationship between a predictor variable and the response. ഓക്കെ, അപ്പോൾ ഇവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. ഒരു അറിയാത്ത ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ, അതിനെക്കുറിച്ച് എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്സ്? ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മെഷർ ഓഫ് ദി ആക്യുറസി ഓഫ് പ്രിഡിക്ഷൻ. ഓക്കെ, നമ്മുടെ പ്രിഡിക്ഷൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചാപ്റ്റർ 4 ആണ്, സെറ്റ് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, സെറ്റ് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെറിയൊരു പാർട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേമാണ് ചോദിക്കുക. അപ്പോൾ അതിലുള്ള ഏകദേശം ടേമുകളും നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. സെറ്റ് മീൻസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, 1 മുതൽ എത്ര വരെ, 1 മുതൽ 10 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഒബ്ജക്റ്റ്, ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ എലമെൻറ്റ് അല്ലെങ്കിൽ മെമ്പർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെറ്റിൻ്റെ ടൈപ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഈ ടൈപ്സ് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ടൈപ്സിലുള്ള ഏതെങ്കിലും ഒരു ടേമാണ് നിങ്ങളോട് ചോദിക്കുക മിക്കവാറും. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെൻറ്റ്. ഒരു സെറ്റിൽ ഒറ്റ എലമെൻറ്റും ഇല്ലെങ്കിൽ അതെന്താണ്, നൾ സെറ്റാണ്. ഇതിനെ എംപ്റ്റി സെറ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നൾ സെറ്റ് സൂചിപ്പിക്കുന്ന ഇതാണ്. എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു നൾ സെറ്റ് കാണിച്ച ഇതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് സെറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഒന്നുമില്ലെങ്കിൽ അതെന്താണ്, നൾ സെറ്റാണ്. അപ്പോൾ എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെൻറ്റ്. ഓക്കെ, ഒരു സെറ്റിൽ ഒറ്റ എലമെൻറ്റും ഇല്ലെങ്കിൽ അതെന്താണ്, നൾ സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, സിംഗിൾ സെറ്റാണ്. സിംഗിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് കണ്ടെയ്നിങ് എ സിംഗിൾ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഒരു എലമെൻറ്റ് എന്താണ് ഒരു സെറ്റിലുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അതെന്താണ്, സിംഗിൾ സെറ്റാണ്. എ സെറ്റ് കണ്ടെയ്നിങ് എ സിംഗിൾ എലമെൻറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ സെറ്റ്. ഇനി അടുത്ത് വരുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുന്ന എലമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ്, ഫൈനൈറ്റ് സെറ്റാണ്. ഇപ്പോൾ സെറ്റ് ഫൈനൈറ്റ് സെറ്റ് കാണിക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 1 4 9 16 25 അവിടെ അവസാനിച്ചു. ഓക്കെ, അതിനുശേഷം ഇനി സെറ്റിൽ വാല്യൂ ഇല്ല. എന്നാൽ ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ കേസിലോ,
ഇൻഫൈനൈറ്റ് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്. ഇവിടെ ഫൈനൈറ്റ് നമ്പർ അല്ല, ഇവിടെ 2 4 6 8 10 12 14 ഇങ്ങനെ നമ്പർ തുടരെയായിട്ട് പോകുന്നു. ഇതേപോലെ നമ്മൾ ഡോട്ടിട്ട് കാണിക്കുകയാണ് ചെയ്യുക ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനൊരു ലാസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്. ഇനി ഇക്വാലൻ്റ് സെറ്റാണ്. ഇക്വാലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഇക്വാലൻ്റ് സെറ്റ്, ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്. രണ്ടിലുമുള്ള എലമെൻറ്റുകൾ അതിൻ്റെ നമ്പറുകൾ തുല്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ 1 2 3 4 എലമെൻ്റാണ് ഉള്ളത്. ഇനി ബി എന്ന് പറയുന്നതിലോ 1 2 3 4 അവിടെയും 4 എലമെൻ്റാണ് ഉള്ളത്. എലമെൻ്റ് ഏതൊക്കെയാണ് അത് സെയിം ആണെന്നല്ല, അതിലുള്ള എലമെൻറ്റുകളുടെ നമ്പർ സെയിം ആണ്. ഓക്കെ, എന്നാൽ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാലോ 2 സെറ്റിലുള്ള വാല്യൂസ് തുല്യമാണ്, അല്ലെങ്കിൽ ഒരേപോലെ തന്നെയാണ്, ഈക്വൽ എലമെൻ്റ് ആണ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഇതിൽ 1 ഉണ്ട്, ഇതിലും 1 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്, എയിൽ 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്, 3 എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്, 4 എയിലുണ്ട്, ബിയിലും ഉണ്ട്. ഇപ്പോൾ രണ്ടിലും എല്ലാ എലമെൻറ്റ് സെയിം എലമെൻ്റ് ആണെങ്കിൽ അതെന്താണ്? ഈക്വൽ സെറ്റാണ്. ഓക്കെ, ഇനി സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, ബിയുടെ എല്ലാ എലമെൻറ്റും എയിലുണ്ടെങ്കിൽ അതെന്താണ്? എ ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ നോക്കുക, ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 1 2 3 ആണ്. ഇപ്പോൾ ബിയിലുള്ള എല്ലാം എന്തിലുണ്ട്? എയിലുണ്ട്. അപ്പോൾ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതാണ്. ഇനി ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആൻഡ് ബി said to be intersected collection of all objects which have been included in both A and B. എയിലും ബിയിലും രണ്ടിലും ഉൾപ്പെടുന്നതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 2 4 6 8 10 12 14 16 18. സെറ്റ് ബി 3 6 9 12 15 18. അപ്പോൾ ഇത് രണ്ടിലുള്ള ഏതാണ്? 6 വരുന്നുണ്ട് രണ്ടിലും. 6 ഇതിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ഇനി അതേപോലെ 12 വരുന്നുണ്ട്, 12 ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അടുത്തത് 18 വരുന്നുണ്ട്, 18 എയിലുണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 6 12 18 ഇത് ഉൾപ്പെടുന്ന സെറ്റാണ്. ഇനി യൂണിയൻ ഓഫ് സെറ്റാണ്. യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഒബ്ജക്റ്റ് വിച്ച് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ എയ്തർ എ ഓർ ബി. എയിലും ബിയിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും. ഇപ്പോൾ ഇവിടെ എയും ബിയും ജസ്റ്റ് നോക്കുക, 3 6 9 12 15 18 21 24 27 30. ബിയിൽ 4 8 12 16 20 24 28. അപ്പോൾ എയിലും ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മളിവിടെ കാണിക്കുന്നു. 3 4 6 8 9 12 15 16 ഇങ്ങനെ എല്ലാം കാണിക്കുന്നു. അതാണ് എന്ത്? എ യൂണിയൻ ബി. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുള്ള എല്ലാ എലമെൻറ്റും ഉൾപ്പെടുന്നതാണെന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വെൻ ഡയഗ്രാം ആണ്. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം. സെറ്റിനെ നമ്മൾ എന്താണ് ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? വെൻ ഡയഗ്രാം എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ 5 പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഈസ് ദി ചാൻസ് ഓഫ് ഹാപ്പണിങ് ഓർ നോൺ ഹാപ്പണിങ് ഓഫ് എൻ ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എൻ ഇവൻ്റ് ആണ്. ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോബബിലിറ്റി എന്ന് പറയുക. പ്രോബബിലിറ്റി വാല്യൂ നോർമലി 1ൻ്റെയും 0ൻ്റെയും ഇടയിലാണ്, മിഡിലായിട്ടാണ് വരിക. 0 എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം എന്തായാലും സംഭവിക്കൂല എന്നുള്ളതാണ്. 1 എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിച്ചിരിക്കും. 0.5 എന്ന് പറഞ്ഞാലോ അത് സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? ഹാഫാണ്, പകുതിയാണ്. ഇനി 0.75 ആണെങ്കിലോ അത് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. എന്നാൽ 0.25 ആണെങ്കിലോ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി കാണിക്കുന്നത് എന്താണ്? ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻ്റ് ആണ്. ഇപ്പോൾ റെയിൻ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇവൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദി ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ്. ആ ഇവൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്?
പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓപ്പറേഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് സം വെൽ ഡിഫൈൻഡ് ഔട്ട്കംസ്. ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് ഔട്ട്കം ഉണ്ടാക്കുന്ന ഓപ്പറേഷനെ നമ്മൾ എന്ത് പറയും, എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുന്നത് എന്താണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടൈല് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓപ്പറേഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് സം വെൽ ഡിഫൈൻഡ് ഔട്ട്കം. ഒരു വെൽ ഡിഫൈൻഡ് ഔട്ട്കം ഉണ്ടാക്കുന്ന എന്താണ് ഓപ്പറേഷനെ സൂചിപ്പിക്കുന്നതാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? റാൻഡം എക്സ്പെരിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം നോക്കുക. റാൻഡം എക്സ്പെരിമെൻറ്റ് നല്ലോണം നോക്കുക. എൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഡെഫിനിറ്റ് ഔട്ട്കം. ഒരു എക്സ്പെരിമെൻ്റ് എന്താണ്, ഒരു ഡെഫിനിറ്റ് ഔട്ട്കം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വിച്ച് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടേണിറ്റി. ഓക്കെ, നമുക്ക് മുൻകൂട്ടി അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പക്ഷെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കൊരു ഡെഫിനിറ്റ് ഔട്ട്കം തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹെഡാകാം അല്ലെങ്കിൽ ടെയിലാകാം. ഓക്കെ, ഇപ്പോൾ ഹെഡാണ് കിട്ടിയതെങ്കിൽ അതെന്താണ്, ആ ഒരു വെൽ ഡിഫൈൻഡ് ഔട്ട്കം ആണ്. പക്ഷെങ്കിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അത് ഹെഡാണോ കിട്ടുക എന്നുള്ളത്? പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഹെഡാകാം അല്ലെങ്കിൽ ടൈലാകാം. അപ്പോൾ അതെന്താണ്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു ടേമാണ് എന്താണ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. നേരത്തെ നമ്മൾ സെറ്റിൽ പറഞ്ഞ ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവൻ്റ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ ഹെഡാകാം അല്ലെങ്കിൽ ടൈലാകാം. ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്, ടൈൽ എന്ന് പറയുന്നതും ഒരു ഇവൻ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഈക്വലി ലൈക്ലി ഇവൻ്റ് ആണ്. ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ടു ഇവൻറ്റ്സ് ആർ സെഡ് ടു ബി ഈക്വലി ലൈക്ലി ഇഫ് എനി വൺ ദം കനോട്ട് ബി എക്സ്പെക്റ്റഡ് ടു ഒക്കർ ഇൻ പ്രിഫറൻസ് ടു അനദർ. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റൊന്നിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നതാണ് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഇവൻറ്റുകൾ ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത് എപ്പോഴാണ്, അത് തമ്മിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂല ഇന്നതാണ് അതിൻ്റെ ഒക്കറൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ഒന്നുകിൽ ഹെഡാകാം അല്ലെങ്കിൽ ടൈലാകാം. ഓക്കെ, രണ്ടും ഉണ്ടാകാനുള്ള സാധ്യത എന്താണ് ഒരേപോലെയാണ്, ഈക്വൽ ചാൻസ് ആണ്. അപ്പോൾ അതാണ് എന്ത് ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 0.5 ആണ് ഹെഡ് ഉണ്ടാകാനുള്ള സാധ്യത, 0.5 ആണ് ടൈൽ ഉണ്ടാകാനുള്ള സാധ്യതയും 0.5 ആയിരിക്കും. ഓക്കെ, ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ഇവൻ്റ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓഫ് ഒക്കറൻസ് ഓഫ് വൺ ഓഫ് ദം എക്സ്ക്ലൂഡ്സ് ദി പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അതേഴ്സ്. ഒന്നുണ്ടായാൽ മറ്റത് ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ അതാണ് എന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഒന്ന് സംഭവിച്ചാലും മറ്റത് സംഭവിക്കുകയില്ല. ഒന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന് എന്തായിരുന്നു എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ്, അതേപോലെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും. ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാപ്പണിങ് ഓഫ് വൺ ഇവൻ്റ് എഫക്ട് ദി ഹാപ്പണിങ് ഓഫ് അതർ ഇവൻറ്റ്. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഹാപ്പണിങ് ഓഫ് വൺ ഇവൻറ്റ് നോട്ട് വേ ടു എഫക്റ്റ് ഒക്കറൻസ് ഓഫ് അതർ ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പണിങ് മറ്റൊരു ഇവൻറ്റിൻ്റെ ഹാപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഡിപ്പെൻഡൻറ്റും ബന്ധപ്പെട്ട് കിടക്കാത്തത് ഇൻഡിപെൻഡൻറ്റുമാണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഇതിൽ വരുന്ന ടേമാണ് കോമ്പിനേഷൻ. പ്രോബബിലിറ്റിയിൽ വരുന്നൊരു ടേമാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഈസ് ദി എന്താണ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ഓർഡർ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഓർഡറിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ. ഓക്കെ, ഇനി ഇതിൽ വേറൊരു സാധനമാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പെർമ്യൂട്ടേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബെഞ്ചിൽ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിനെ ഇരുത്തണം. അപ്പോൾ ആ സ്റ്റുഡൻസിനെ എങ്ങനെ ഇരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതെന്താണ്, പെർമ്യൂട്ടേഷനാണ്. ഇനി ഇവിടെ അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു ടേമാണ്. അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസിലാണെങ്കിൽ ഇഫ് ടു ഇവൻറ്റ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എയ്തർ എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്.
അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ് അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെ കേസിൽ വരുന്നത്. എന്നാൽ അഡിഷൻ തിയറം ഓഫ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിലോ, ഇവിടെ എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എയ്തർ എ ഓർ ബി ഈസ് ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ടു ഹാപ്പൺ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊന്നും ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാകണമെന്നില്ല. ഞാൻ പ്രോബബിലിറ്റിയുടെ ക്ലാസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ടു ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ ദി പ്രോബബിലിറ്റി ഒക്കറിങ് ബോത്ത് വിൽ ബി പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ആണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത്. ഇനി ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കേസിലാണെങ്കിലോ ഇവിടെ ഒരു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നുള്ളത്. നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യാം. ഇനി ഇൻവേഴ്സ് പ്രോബബിലിറ്റിയാണ്. ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ an event has happened as a result of the several causes. സാധാരണ ഒരു ഇവൻറ്റ് സംഭവിക്കുക കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം എന്താണെന്നുള്ളത് പെർട്ടിക്കുലർ കോസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ബേസ് തിയറമാണ്. ബേസ് തിയറം പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊപ്പോസിഷൻ ദാറ്റ് പ്രോബബിലിറ്റീസ് ഷുഡ് റിവൈസ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഓൾ ദി അവൈലബിൾ ഇൻഫർമേഷൻ. നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, പ്രോബബിലിറ്റിയെ റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് റിവിഷൻ ഓഫ് പ്രോബബിലിറ്റീസ് ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ദി റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അവൈലബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് ബേസ് തിയറം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 3 കൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ബൈനോമിയൽ, പോയിസോൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന 3 കൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് റാൻഡം വേരിയബിൾ, വാട്ട് ഈസ് റാൻഡം വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലൂടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ന്യൂമറിക്കൽ ഔട്ട്കം ഓഫ് സെർട്ടൻ റാൻഡം ഫിനോമിന. ഓക്കെ, ന്യൂമറിക്കൽ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ചില ന്യൂമറിക്കൽ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. എന്നാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാലോ ഇവിടെ ഓർമ്മിക്കേണ്ടത് ഒരു ഇൻ്റർവൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അസ്യൂം എ വാല്യൂ ഇൻ എ ഗിവൺ ഇൻ്റർവെല്ലാണ്. പേജ് ഗ്രൂപ്പ് 2030 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലാണ്. ഓക്കെ, ഇപ്പോൾ റാൻഡം വേരിയബിൾ ഈസ് സെയ്ഡ് ടു ബി കണ്ടിന്യൂസ് if it can assume any value in a given interval. ഒരു ഇൻ്റർവെല്ലിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇനി എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദർ ആർ എക്സാക്ട്ലി 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം. 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഐറ്റം ഉണ്ടാകുന്ന സമയത്താണ് ബൈനോമിയൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സക്സസ് ഓർ ഫെയിലിയർ P, പ്രോബബിലിറ്റി ഓഫ് സക്സസ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ Q, ഈ 2 വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠനം നടത്തുന്നത്. ഓക്കെ, 2 ഔട്ട്കം, ഒന്നുകിൽ സക്സസ് ആകാം അല്ലെങ്കിൽ ഫെയിലിയർ ആകാം. ഇനി എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒന്നിൻ്റെ ചോദിക്കും, ഒന്നുകിൽ ബൈനോമിയൽ അല്ലെങ്കിൽ പോയിസോൺ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്.
ഓക്കെ, ദി മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? NP ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ റൂട്ട് NPQ ആണ്. റൂട്ട് NPQ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, റൂട്ട് NPQ. ഇനി വാരിയൻസ് കാണുന്നത് എങ്ങനെയാണ്? വാരിയൻസ് ഈസ് ഈക്വൽ ടു NPQ എന്നുള്ളതാണ്. P+Q കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്രയാണ്? 1 ആണ്. ഇനി ഇറ്റ് ഹാസ് ഓൺലി 2 പാരാമീറ്റേഴ്സ്, Nഉം Pയും മാത്രമേ ഉണ്ടാകൂ. ഇനി ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ചേഞ്ചസ് SP ചേഞ്ചസ് ഫോർ എ ഗിവൺ N. ഓക്കെ, ഇനി എന്താണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇറ്റ് മേ ബി പോസിബിൾ ടു കൗണ്ട് ദി നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവൻറ്റ് ഒക്കർ ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട്. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? കൗണ്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അത്തരം കേസിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കേസിലാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാർജ് നമ്പറാണ്. അത്തരത്തിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പറ്റാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇവിടെയും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക. ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സിംഗിൾ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ M എന്ന് പറയുന്നത്. അത് M എന്ന് പറഞ്ഞാൽ മീനാണ്. മീന് വാരിയൻസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? Mന് ഈക്വൽ ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ റൂട്ട് M ആണ്. ഇനി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദി നമ്പർ ഓഫ് സക്സസ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് മറ്റൊന്ന് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, പ്രോബബിലിറ്റി മോഡൽ ഫോർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് പ്രോബബിലിറ്റി അണ്ടർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് ദി ലൈക്ലിഹുഡ് ദാറ്റ് ദി എ വാല്യൂ വിൽ ഫാൾ വിത്തിൻ ആൻ ഇൻ്റർവൽ റേഞ്ച്. ഒരു ഇൻ്റർവൽ റേഞ്ചിൽ ഫാൾ ചെയ്യുന്നതിനെയാണ്, ഒരു ഇൻ്റർവൽ റേഞ്ചിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഏതിലൂടെ, അതിൻ്റെ ചാൻസിനെയാണ് നമ്മൾ ഏതിലൂടെ നോക്കുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ അബൌട്ട് ദി മീൻ ആണ്. ബോത്ത് സൈഡ് ഓഫ് നോർമൽ കേർവ് കോയിൻസൈഡ് ആണ്. നോർമൽ കേർവ് ഈസ് എ ബെൽ ഷേപ്പ്ഡ് കേർവ് ആണ്. മീൻ മീഡിയം മോഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഹൈറ്റ് ഓഫ് നോർമൽ കേർവ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് ദി മീനിലാണ് ഉണ്ടാകുന്നത്. There is only one maximum point which occurs at the mean. The ordinate mean divides the whole area into 2 equal parts. അത് ഓർഡിനേറ്റ് മീൻ എന്ത് ചെയ്യുന്നു? 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 0.5 എന്നുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ദെൻ ദി കർവ് ഈസ് അബ്സിംപ്റ്റോട്ടിക് ടു ദി ബേസ് ഓൺ എയ്തർ സൈഡ്. ഓക്കെ, അതേപോലെ ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് എന്ന് പറയുന്നത് 100% ആണ്. നോർമൽ കർവ് ഈസ് യൂണി മോഡലാണ്. ഒരു മോഡ് മാത്രമേ ഉള്ളൂ. നോ പോർഷൻ ഓഫ് ദി നോർമൽ കർവ് ഈസ് ലേസ് ബിലോ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ താഴെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ നോർമൽ കർവ് പോകുന്നില്ല. ഇനി തിയററ്റിക്കലി റേഞ്ച് ഓഫ് ദി നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഓക്കെ, മൈനസ് ആൽഫയുടെയും പ്ലസ് ആൽഫയുടെയും ഇടയിലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയററ്റിക്കൽ പാർട്ടാണ് ജസ്റ്റ് നോക്കിയത്. കുറച്ച് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ള മാർക്കുകൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.